നന്ദഗോവിന്ദം ഭജൻസ് ഉടായിപ്പാണോ സർ? അതങ്ങനെ തോന്നി. അല്ല, കമ്മി ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് ഞാനും കണ്ടു കേട്ടോ. ഞാൻ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ആ മറ്റേ പ്രശസ്തമായ പാട്ടുകളില്ലേ, മനോഹരി രാധേ രാധേ, അത് പിന്നെ രാധ തൻ പ്രേമത്താടാണോ എന്നുള്ള ഈ പാട്ടുകളൊക്കെ അവരുടെ പാട്ടൊന്നുമല്ല, അതിവിടെ വേറെ ആളുകൾ പാടി ഹിറ്റാക്കിയ പാട്ടുകൾ ഇവരെടുത്ത്. ഇളയരാജയുടെ പാട്ടുകളൊന്നും ഇല്ലാത്തത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭാഗ്യം, കാരണം പാടാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, ഭജൻ്റെ രൂപത്തിലെത്തിക്കുന്ന ഒരു നല്ല സംഘം, നല്ല സുമുഖരായ ചെറുപ്പക്കാർ, മനോഹരമായ ആലാപനം, നവീൻ്റെ നേതൃത്വത്തിൽ പ്രവീണും ശ്രീലാലും കണ്ണനും ശ്രീ ദുർഗ, അങ്ങനെ കുറേ ആളുണ്ട്. എനിക്ക് എല്ലാവരുടെ പേരൊന്നും അറിയില്ല. ഇവരാരും എനിക്ക് പേഴ്സണലി പരിചയമൊന്നുമില്ല, കാരണം ഇപ്പോൾ കണ്ട് 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 എല്ലാവർക്കും നന്ദഗോവിന്ദം ഭജൻസിനെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ പരിചയമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു. ഈ ഇപ്പോൾ കേരളത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെയുള്ള ഭജനകളൊക്കെ വലിയ തോതിൽ വലിയ ആഘോഷമായിട്ട് നടക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ വരുന്നു, അതിൽ കേൾക്കാൻ വരുന്നു, ആസ്വദിക്കാൻ വരുന്നു. ഇതൊരു അജണ്ടയുടെ ഭാഗമാണോ എന്നൊക്കെ കമ്മിറ്റി ഗ്രൂപ്പുകളിൽ ചർച്ച വരുന്നുണ്ട്. ശരിയാണ്, ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ അജണ്ട. പക്ഷേ ആരും സെറ്റ് ചെയ്തതല്ല. ചില കാര്യങ്ങൾക്ക് സമൂഹം സൊസൈറ്റി തന്നെ സെറ്റ് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിൽ കുറേ ആയിട്ടുണ്ടായിരുന്ന, കുറേ കാലമായിട്ടുള്ള ഈ സംഗീത നിശകൾ എന്നൊക്കെ പറഞ്ഞാൽ ഗാനമേളയുടെ കാലമൊക്കെ കഴിഞ്ഞു. പിന്നെയുള്ള DJ ആണ്. മദ്യം, മയക്കുമരുന്ന്, ലഹരിയൊക്കെ ആയിട്ട് വന്ന് ആടിത്തുള്ളി, വേടൻ, അറുകൊല എന്നൊക്കെയുള്ള പേരുകളിലൊക്കെ ആളുകൾ വന്നിട്ട് പരിപാടി നടത്തുന്നു. അല്ലേ സത്യമല്ലേ? എന്നിട്ട് ആളുകൾ കൂടുന്നു. ഇന്നാൾ മാടനെവിടെ, മാടനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ളേർ, ഇത്രയും നേരമായിട്ട് മാടൻ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില പെൺപിള്ളേരൊക്കെ നിൽക്കുന്ന വീഡിയോ ഒക്കെ 5-6 മാസം മുമ്പ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഈ മാടൻ്റെയൊക്കെ തനിനിറം ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആളൊക്കെ കുറഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം കണ്ടൊക്കെ ആളുകൾ ബോധം കെട്ട് വേണമെന്നൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പൈതൃകത്തിന് നിരക്കാത്ത തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ചില സംഘങ്ങൾ, ബാൻഡുകൾ നമ്മുടെ നാട്ടിൽ അവിയൽ എന്നൊക്കെ പറഞ്ഞുള്ള ബാൻഡുകളുണ്ടായിരുന്നു. പേര് അവിയൽ. എല്ലാത്തിൻ്റെ ഒരു മിക്സ് എന്നായിരിക്കാം. അപ്പോൾ നല്ല ബാൻഡുകളുണ്ടായിരുന്നു. ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ പ്രോഗ്രാമൊക്കെ, ഫ്യൂഷൻ ഒക്കെ വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് കേരളത്തിലെമ്പാടും ഭജന വലിയ ഹിറ്റായിട്ട് മാറി എല്ലായിടത്തും. അത് ഇപ്പം ഈ നന്ദഗോവിന്ദം ഭജൻസ് ഇപ്പോൾ 25 വർഷം, 2014 15 മറ്റോ, ഞാൻ മനസ്സിലാക്കുന്ന രാജേന്ദ്ര പണിക്കർ എന്ന് പറയുന്ന ഒരാൾ തൃശ്ശൂർ ഗുരുവായൂരിനടുത്ത്, അദ്ദേഹം ശ്രീ ദുർഗ ഭജന സമിതി എന്ന പേരിൽ ആരംഭിച്ച ഒരു ട്രൂപ്പാണ് ഈ നന്ദഗോവിന്ദം ഭജൻ എന്നാണ് എൻ്റെ അറിവ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഏതായാലും അത് വളർന്ന് വലുതായി ഇപ്പോൾ ആധുനിക സംഗീത ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ മനോഹരമായി ആലപിക്കുന്ന ചെറുപ്പക്കാരെ വെച്ച് ഭക്തി സാന്ദ്രമായി, പ്രത്യേകിച്ചും കൃഷ്ണഭക്തി ഗാനങ്ങൾ ആണ് അവരുടെ ഒരു പ്രധാനപ്പെട്ടത്. അത് വെച്ചിട്ടാണ് നന്ദഗോവിന്ദം ഭജൻ കേരളത്തിൽ ഹിറ്റാവുന്നത്. അപ്പോൾ നന്ദഗോവിന്ദം ഭജൻസ് മാത്രമല്ല, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് പേരുകളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഈ ഭക്തി ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, ഗണഗീതങ്ങളൊക്കെ വലിയ ഹിറ്റാക്കിയതിൽ പ്രശാന്ത് വർമ്മയുടെ മാനസജപലഹരി വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തിടെ ഗുരുവായൂരിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം സദസ്സിലിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വേദിയിലിരുന്ന് ഞാൻ വിഷ് ചെയ്തു. കാരണം ഈ കേരളത്തിലെ ഗണഗീതങ്ങളുമൊക്കെ ഇത്രയും പോപ്പുലറാക്കിയതിൽ, വളരെ ആളുകളുടെ ചുണ്ടിൽ തത്തിക്കളിക്കാനിടയാക്കിയതിൽ പ്രശാന്ത് വർമ്മ വഹിച്ചൊരു പങ്ക് വളരെ നിസ്തുലമാണ്. ഒരു കാവ്യമുണ്ടൊക്കെ എടുത്തിട്ട്, കാവ്യ ഷാളൊക്കെ ഇട്ട്, ഇടയ്ക്ക് ഇങ്ങനെ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി വലിയ തരംഗമായിരുന്നു. പിന്നെ വൈക്കത്തുണ്ട്, ഒരു പെൺകുട്ടികളുടെ ശിവഹരി ഭജൻ സംഘം, അതിമനോഹരമായി പാടുന്ന ഒരു സംഘം. എൻ്റെ നാട്ടിലെ കൂടെ, എനിക്കവരെ അറിയില്ല, എൻ്റെ വൈക്കത്ത് ഉള്ള ഒരു ട്രൂപ്പാണ്. അവരും ഈ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ച് വലിയ തരംഗമുണ്ടാക്കുന്ന ഒന്നാണ് ശിവഹരി ഭജൻ സംഘം. പക്ഷേ അവർക്കൊന്നും ഇപ്പം ഈ നന്ദഗോവിന്ദം ഭജൻസ് ചെയ്യുന്നത് പോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നില്ല. വളരെ സാധാരണ നിലയിൽ പോകുന്നു. അത്ര വലിയ പബ്ലിസിറ്റിയും അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിമനോഹരമായി ശിവഹരി ഭജൻസ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കേരളത്തിൽ വരുമ്പോൾ ഒരു ഹൈന്ദവ നവോത്ഥാനം ഉണ്ടാവുന്നുണ്ട്. ഈ കഞ്ചാവ് അടിച്ചിട്ട് ചാടിത്തുള്ളുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് ആളുകൾ വരുന്നു, കൂടെ പാടുന്നു. അവർ ഈ ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ കേട്ട് ആഹ്ലാദചിത്തരാകുന്നു, അവരുടെ ടെൻഷൻസ് റിലാക്സ് ചെയ്യുന്നു. ഇപ്പോൾ മനോരമ ചാനലിൽ ഈ ഭജൻസ് പോപ്പുലർ ആവുന്നതിനെക്കുറിച്ച് ഒരു പ്രോഗ്രാം കണ്ടു. അപ്പോൾ ചെറുപ്പക്കാരായ പിള്ളേർ, ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ ടെൻഷനും മാറുന്നു, എന്തൊരു സന്തോഷമാണ് ഇത് കഴിഞ്ഞ് പോരുമ്പോൾ. അപ്പോൾ ഈ മദ്യം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ പാശ്ചാത്യ പോപ്പ് സംഗീതം, റാപ്പ് എന്നൊക്കെ പറയുന്ന സാധനമൊന്നുമല്ല. ഇത് ആളുകളെ ഉന്മത്തരാക്കാൻ നല്ല ഭക്തിഗാനങ്ങൾക്ക് കഴിയും, ഭജനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക. ഇതിലൂടെ ഉണ്ടാകുന്നൊരു മൂവ് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു ഹിന്ദു മൂവ് ഉണ്ടാവുന്നുണ്ട് വളരെ പെട്ടെന്ന്. പണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ നാടകം പോലെയുള്ള KPSCയുടെ നാടകങ്ങൾ, പിന്നെ വന്നിട്ട് ഈ സാംബശിവൻ്റെ കഥാപ്രസംഗങ്ങളൊക്കെ അമ്പലത്തിൽ നടത്തി
അമ്പലത്തിലെ ഭക്തന്മാരെ ദൈവവിരോധികളും കമ്മ്യൂണിസ്റ്റുകളുമാക്കി മാറ്റിയിരുന്നെങ്കിൽ ഇപ്പം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഇത്തരം ഭജനകൾ കൂടുതൽ വിശ്വാസത്തോട്, കൂടുതൽ ഹിന്ദു ധർമ്മത്തോട് ആളുകളെ അടുപ്പിക്കുന്നുണ്ട്. അത് ഒരുപാട് പേരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അതൊരു സ്വാഭാവികമാണ്. കാരണം ഹിന്ദു ഒരു പുനരുജ്ജീവനത്തിന് ഈ ഭജനകൾ, ഈ ഗായക സംഘങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് എന്ന് സംശയമില്ലാത്ത. ആ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് സമ്മാനാർഹരായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് നന്ദഗോവിന്ദം ഭജൻസാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ഞാൻ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പിണം കണ്ട ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആധുനിക സംവിധാനങ്ങളുണ്ട്, എല്ലാം വെച്ച് നിങ്ങൾ ഹൈലി പ്രൊഫഷണലായിട്ട് ലോകത്തെ പല രാജ്യങ്ങളിലും നിങ്ങൾ പോയി കഴിഞ്ഞു. ഞാനിപ്പോൾ മറ്റേ സുജിത് ഭക്തനുമായിട്ടുള്ള നവീൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടു. അമേരിക്കയ്ക്ക് പോകാനിരിക്കുകയാണ്, ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ പരിപാടി അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. അപ്പോൾ കേരളത്തിലെ നമ്മുടെ ഭക്തി ഗാന ഭജന രംഗത്ത് വന്ന ഒരു ട്രൂപ്പ് ലോകത്തെമ്പാടും പോയി പരിപാടികൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ അഭിമാനകരമാണ്. അവരൊരു ഹിന്ദു ഉണർവുണ്ടാക്കുന്നുണ്ട്. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അത് സ്വാഭാവികമായും ഇവിടുത്തെ റൈറ്റ് വിങ് ലെഫ്റ്റിസ്റ്റുകളെ, ഇസ്ലാമിസ്റ്റുകളെയൊക്കെ വിരളി പിടിപ്പിക്കും. അത് ശരിയാണ്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളതെന്നറിയോ, ഈ ഭക്തി എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ ഒരു കച്ചവടമായിട്ട് മാറും. അത് ഈ ഇത്തരം ഭജന സംഘങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു ഡെഡിക്കേഷൻ ഇതിനകത്ത് വേണ്ട ഒരു ജോലിയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ ലൈവിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചാനൽ നടത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്കൊരു റവന്യൂ വേണം. റവന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ റവന്യൂ മാത്രം ലാക്കാക്കിയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു മോട്ടോയുണ്ട്. നമ്മൾ ദേശീയതര ഭാഗമായി നിൽക്കുന്നു, ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള പോളിസി നിൽക്കുന്നു, നമ്മുടെ ഭാരതീയ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്നു. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാതെയാണ്. അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണവും കൂടെ വേണം. അതുകൊണ്ടാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, നിങ്ങൾ ദയവായി ഈ ചാനൽ പ്രോഗ്രാം കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ സബ്സ്ക്രൈബ് ബാർ എന്ന് അമർത്തണം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ 2 ലക്ഷം സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ 4-5 ഇരട്ടി ആളുകൾ നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്, റിയൽ ടൈം വ്യൂവർഷിപ്പ്. പക്ഷേ അതിലേക്ക് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എത്തിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം ആളുകൾ കണ്ടിട്ടങ്ങ് പോകുന്നതാണ്. ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഭജന സംഘങ്ങളുടെ കാര്യത്തിലും ഇത്തരം ചില സോഷ്യൽ ഓഡിറ്റുകൾ വേണ്ടതാണ്. കാരണം ഒന്ന്, ഈ ഭക്തി എന്ന് പറയുന്ന സാധനം നമ്മൾ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അത് വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഈ പരിപാടി പങ്കെടുക്കുന്ന ആളുകൾ ഒന്ന് ആലോചിക്കണം. നമുക്ക് രാവിലെ ഒന്ന് വീട്ടിലൊരു വിളക്ക് കൊളുത്താൻ പറ്റുന്നുണ്ടോ? വൈകുന്നേരം ഒരു നിലവിളക്ക് കൊളുത്തിയിട്ട് 2 വരിയെങ്കിലും രാമരാമ എന്ന് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഇത്തരം ട്രൂപ്പുകൾ ഇടപെടുന്നതിൻ്റെ ഭാഗമായി അതൊക്കെ തിരിച്ചു വരുമായിരിക്കും. പക്ഷേ ഈ ട്രൂപ്പുകൾ പരിപാടികളുടെ എണ്ണം കൂടുകയും വേദികളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ അവർ സമൂഹത്തിന് ചെയ്യുന്ന ഒരു സേവനം അവർ മറക്കാൻ പാടില്ല. കാരണം കേവലം വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടി മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ അതിൻ്റെ ആത്മാവ് ചോർന്നു പോകും. ഇപ്പം നമുക്ക് ഇന്ത്യ ലൈവിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നന്ദഗോവിന്ദം ഭജൻ്റെ ഒരു പ്രോഗ്രാം വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല, നമുക്ക് ലഭ്യമായ സോഴ്സുകളിൽ നമ്മൾ അവരോട് ബന്ധപ്പെട്ടു. പക്ഷേ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു മറുപടിയൊന്നുമല്ല നമുക്ക് കിട്ടിയത്. ഒരു അരഗൻസ് നിറഞ്ഞൊരു സംസാരം പോലെ ചില സമയത്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്തു. അത് പ്രത്യേകിച്ച് നമ്മളും ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ് ചെയ്യുന്ന പോലെയുള്ളൊരു സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ടുപേരുടെയും ഒരു യാത്ര ഒരേ വഴിയിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്തരത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. നമ്മൾ പിന്നീട് ദുബായിലുള്ള ചില ആളുകൾ വഴി നവീനോട് സംസാരിച്ചു. എന്നിട്ടൊന്നും ഒരു പോസിറ്റീവായ കാര്യമല്ല. പിന്നെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഇന്ത്യ ലൈവിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് കൊടുത്ത് പ്രോഗ്രാം നടത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് ഒടുവിൽ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. അവർ പറഞ്ഞൊരു റേറ്റ് എത്രയാ സർ? അത് കൂറ്റൻ തുക. കാരണം എന്നിട്ട് പറയുന്നൊരു ന്യായം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയ തുകയ്ക്ക് ചെയ്യാം. ചെറിയ തുക എന്ന് തിരച്ചതല്ല, ആ തുകയ്ക്ക് ചെയ്യാം. പക്ഷേ ഒരു ക്ഷേത്രമല്ലാതെ വേറൊരു സംരംഭം ചെയ്താൽ അതിന് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയൊക്കെ പണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ചെറിയ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പക്കൽ നിന്ന് പണമെടുത്ത് ഈ സന്ദേശം, ഈ ഒരു സ്പിരിറ്റ് നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള കൂടുതൽ ചെറുപ്പക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം സംഘങ്ങൾ കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് നിൽക്കണം എന്നാണ്. ഏതായാലും നന്ദഗോവിന്ദം ഭജൻസ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നൊരു വലിയ വിപ്ലവമാണ്. അതിലെ ചെറുപ്പക്കാർ വളരെ ഡെഡിക്കേറ്റഡായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ കേരളത്തിലെ ഒരു ഹൈന്ദവ നവോത്ഥാനത്തിന് ചെയ്യുന്ന സംഭാവനകൾ വളരെ വലുതാണ്. അപ്പോൾ അത് ശരിക്കും ഈ കമ്മികളെ, പ്രജിത പറഞ്ഞ പോലെ കമ്മികളെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത്രയും ചെറുപ്പക്കാർ മുഴുവൻ കഞ്ചാവ് അടിച്ച്, മറ്റേ ബൊളീവിയൻ കാടുകളിലെ കഞ്ചാവ് അടിച്ച് നടന്ന ഒരു കോന്തൻ്റെ പടം ഉള്ള ടീഷർട്ട് ഇട്ട് നടക്കുന്ന ആളുകളൊക്കെ ശ്രീരാമനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ഒക്കെ
പാടുന്നു, അതിൻ്റെ ഈ ഭക്തിയുടെ ലഹരിയിൽ അവർ നൃത്തം ചെയ്യുന്നു, മദ്യമില്ലാതെ മയക്കുമരുന്നില്ലാതെ നൃത്തം ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ള ഈ ട്രൂപ്പിൻ്റെ സംഭാവന നിസ്തുലമാണ്. ഉത്തരോത്തരം അവർ വിജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവർക്ക് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. നന്ദഗോവിന്ദം ഭജൻസിനും മാനസ ജപലഹരിക്കും ശിവഹരി ഭജൻസിനും എല്ലാവിധ ആശംസകളും പുതുവത്സരാശംസകളും ഇന്ത്യ ലൈവിൻ്റെ ഭാഗമായി നമ്മൾ നേരുന്നു.